ഹലോ സ്റ്റുഡൻസ്, ഇനി നമ്മൾ പറയുന്നത് റിനൈസൻസ് ആണ്. റിനൈസൻസ് എന്ന വാക്കിനർത്ഥം റീബർത്ത് അല്ലെങ്കിൽ റീവൈവൽ എന്നാണ്. റീബർത്ത് എന്ന് പറഞ്ഞാൽ പുനർജനനം, പുനർജീവനം എന്നുള്ള അർത്ഥമൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം വരുന്നത് 14-ാം നൂറ്റാണ്ട് തൊട്ടിട്ട് 17-ാം നൂറ്റാണ്ട് വരെയാണ്. ഈ റീബർത്ത് സംഭവിച്ചത് എന്താണ്? അന്നത്തെ കാലത്തെ കൾച്ചറിൽ, സംസ്കാരത്തിൽ, ആർട്ടിൽ, പൊളിറ്റിക്സിൽ, എക്കണോമിയിൽ, യൂറോപ്പിലുള്ള ഇത്രയും മേഖലകളിലാണ് റിനൈസൻസ് സംഭവിച്ചത്. പിന്നീട് ഒരുപാട് കാലഘട്ടങ്ങളായി, അതായത് ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് റിലീജിയൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നിരുന്നത്, മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നിരുന്നത് സ്പിരിച്വൽ വേൾഡാണ് ഓൺലി റിയാലിറ്റി, സ്പിരിച്വൽ വേൾഡാണ് റിയാലിറ്റി, ബാക്കിയുള്ള നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ റിയാലിറ്റി അല്ല എന്നുള്ള രീതിയിലായിരുന്നു റിലീജിയൻ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ റിനൈസൻസ് ആണ് ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിനെ മാറ്റിയത്. അതായത് ആളുകൾ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകം, ഈ ഒരു മെറ്റീരിയൽ വേൾഡിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം, ഇതാണ് ശരിക്കും യഥാർത്ഥമായിട്ടുള്ളത് എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ കൊണ്ടുവന്നത് റിനൈസൻസ് ഏജാണ്. ഈ ഒരു ചിന്താഗതി ഒരുപാട് മേഖലകളിൽ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ലിറ്ററേച്ചർ, ആർട്ട്, ആർക്കിടെക്ചർ, എക്സ്പ്ലോറേഷൻ, സയൻസ്, അതുപോലെ തന്നെ മോഡേൺ വേൾഡിൻ്റെ രൂപീകരണം, ഇതിലൊക്കെ ഈ റിനൈസൻസ് ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. റിനൈസൻസ് എന്ന് പറയുന്നത് റിന്യൂഡ് ലേണിങ്ങിൻ്റെയും ക്യൂരിയോസിറ്റീൻ്റെയും ഒരു കാലഘട്ടമാണെന്ന് പറയാം. അതായത് റിന്യൂഡ് ലേണിംഗ് എന്ന് വെച്ചാൽ പഠനത്തിൻ്റെ ആ ഒരു രൂപമൊക്കെ ഒന്നും കൂടെ പുതുക്കിയ ആ ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ആളുകൾ കൂടുതൽ ക്യൂരിയസ് ആയിരുന്നു കാര്യങ്ങൾ പഠിക്കാനും, ഒരുപാട് നോളേജ് കിട്ടാനും, ഐഡിയാസ് കിട്ടാനൊക്കെ. അങ്ങനെ അവർ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ നോളേജിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ആളുകളെ റിനൈസൻസ് എന്ത് ചെയ്തു? ബ്ലൈൻഡ് ബിലീഫ്സ്, അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനും, അതുപോലെ തന്നെ ദൈവം എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മാറ്റി നമ്മൾ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യാനും, നമ്മളുടെ ചുറ്റുമുള്ള വേൾഡിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനും ഫോക്കസ് ചെയ്യാനും ഒക്കെ നമ്മളെ റിനൈസൻസ് പ്രേരിപ്പിച്ചു. അതിനെയാണ് റിനൈസൻസ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു ഇൻക്വയറി, ഈ ഒരു ചോദ്യം ചെയ്യൽ ആർട്ടിലും ഇൻ്റലക്ച്വലിലും ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് കൊണ്ടുവന്നു. ഈ റിനൈസൻസ് ഫിഗറിന് ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ലിയാനാർഡോ ഡാവിഞ്ചി എന്ന് പറയാം. അദ്ദേഹം ഒരുപാട് മേഖലകളിൽ എക്സൽ ചെയ്ത ഒരു വ്യക്തിയാണ്. ഗ്രീക്ക്, ലാറ്റിൻ ഭാഷ, അതിലുള്ള നോളേജസ് ഒക്കെ പഠിക്കുന്നതിലൂടെ ഒരുപാട് ട്രാൻസ്ലേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതായത് ക്ലാസിക് വർക്ക്സ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക്. അങ്ങനെ ലിറ്റററി ജോണേഴ്സ് ഒരുപാട് രൂപപ്പെട്ടു വന്നു, ഒരുപാട് ലിറ്റററി ജോണേഴ്സ് വന്നു. അതായത് എപ്പിക്സ്, റൊമാൻസ്, കോമഡി, ട്രാജഡി പോലുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ട്രാൻസ്ലേഷനിലൂടെ റൈസ് ചെയ്ത് വന്ന ജോണേഴ്സാണ്. പിന്നെ ഇറ്റലി എന്ന് പറയുന്നതാണ് റിനൈസൻസിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്. കാരണം അവിടെയാണ് ആർട്ട്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ ഇതിലൊക്കെ മുന്നിട്ട് നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറ്റലി. ലിയാനാർഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ, റാഫേൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഹ്യൂമൻ ബോഡിയുടെ ബ്യൂട്ടിയെ സെലിബ്രേറ്റ് ചെയ്തിരുന്ന, അതിനെ പുകഴ്ത്തിയിരുന്ന ആളുകളായിരുന്നു. അതുപോലെ തന്നെ അവർ നേച്ചറിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഇതുപോലെ തന്നെ ലിറ്ററേച്ചർ ഫീൽഡ് മാറി സയൻസിലും കുറേ അഡ്വാൻസ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതായത് കോപ്പർനിക്കസ് ആണ് എർത്ത് സണ്ണിന് ചുറ്റുമാണ് ഓർബിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതും ആ തിയറി പിന്നീട് ഗലീലിയോ കൺഫേം ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഈ ഡിസ്കവറീസ് എല്ലാം പിന്നീട് നമ്മളുടെ ഫിസിക്കൽ വേൾഡിലേക്കുള്ള എക്സ്പ്ലോറേഷനിലേക്ക് കാരണമായി. ഇതിന് പുറമെ ഗ്ലോബൽ എക്സ്പ്ലോറേഷനും റിനൈസൻസിൻ്റെ ഒരു ഭാഗമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ ഡിസ്കവറി, അതുപോലെ തന്നെ ഈസ്റ്റ് സൈഡിലേക്കുള്ള പുതിയ സീ റൂട്ടിൻ്റെ കണ്ടെത്തലുകൾ, ഇതൊക്കെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഫീൽഡിൽ വലിയൊരു വിപ്ലവം, വലിയൊരു റെവല്യൂഷൻ സംഭവിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഇംഗ്ലണ്ടിൽ റിനൈസൻസ് കാരണം രാജ്യഭരണത്തിലൊക്കെ വന്ന മാറ്റങ്ങളാണ് പറയുന്നത്. അതായത് ഒരുപാട് നോബിൾസ് യുദ്ധങ്ങളിൽ മരിച്ചതിന് ശേഷം ഹെൻറി 7th ഹെൻറി 8th വെൽത്തി മിഡിൽ ക്ലാസ് ആളുകളെയായിട്ട് അവരെ റീപ്ലേസ് ചെയ്തു. അതായത് അവർ മൊണാർക്കിക്ക് ലോയലും കൂടി ആയിരിക്കണം. അങ്ങനെ ലോയലായിട്ടുള്ള ആളുകളെയാണ് റീപ്ലേസ് ചെയ്തത്. അങ്ങനെ കോർട്ട് എന്ന് പറയുന്നത് പൊളിറ്റിക്സിൻ്റെയും എൻ്റർടൈൻമെൻറ്റിൻ്റെയും ഒരു സെൻറ്ററായി മാറി. ഫ്യൂഡൽ സിസ്റ്റം പതിയെ ഇല്ലാതായി. അങ്ങനെ ലോവർ ക്ലാസ്സിനും കൂടെ അവരുടെ ലൈഫ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കോൺഫിഡൻസും അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയും ഒക്കെ നമ്മൾക്ക് ട്യൂഡർ ആർക്കിടെക്ചറിൽ കാണാൻ കഴിയുമായിരുന്നു. ഈ ഹെൻറി 7th ഹെൻറി 8th സെൽഫിഷ് റൂളേഴ്സ് ആണെങ്കിലും അവർ ട്രേഡിനെ എൻകറേജ് ചെയ്തിരുന്നു.
അതുപോലെ തന്നെ സമാധാനത്തിനെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു ആ രാജ്യത്ത്. അതുപോലെ തന്നെ നേഷൻ്റെ പ്രോസ്പെറിറ്റിയെ ഇമ്പ്രൂവ് ചെയ്തിരുന്നു അവർ. ഇത്രയുമൊക്കെയാണ് നമുക്ക് ഈ റിനൈസൻസിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.